ഈശോ നായിൻ എന്നു പേരായൊരു പട്ടണത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പട്ടണവാതിൽക്കൽ വെച്ച് ഈശോ ഇങ്ങനെ കാണുകയാണ്. മരിച്ചുപോയ ഒരു യുവാവിനെ ഏതാനും പേര് മഞ്ചയിലെടുത്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അവനെ സംസ്കരിക്കാൻ വേണ്ടി. അമ്മ ഒരു വിധവയാണ്. വിധവയായ അമ്മ അവൻ്റെ പിന്നാലെയുണ്ട്. അമ്മയുടെ കണ്ണുനീര് കണ്ട് ഈശോ ആ ശവമഞ്ചം വഹിക്കുന്നവരോട് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അവർ അവിടെ നിൽക്കും ഈശോയുടെ മുമ്പിൽ. കർത്താവ് ശവമഞ്ചത്തിന്മേൽ തൊട്ട് ഇങ്ങനെ പറയും, യുവാവേ ഞാൻ പറയുന്നു എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ ആ ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരിക്കുകയാണ്. ശരിക്കും അവിടെ ആ അത്ഭുതത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് അമ്മയുടെ കണ്ണുനീരാണ്. ആ അത്ഭുതത്തിൻ്റെ താക്കോൽ ആ അമ്മയുടെ കണ്ണുനീരാണ്. ദൈവം വിലമതിക്കുന്ന ഭൂമിയിലെ സ്വർണമാണ് മനുഷ്യൻ്റെ കണ്ണുനീർ തുള്ളി. അതുകൊണ്ട് 56 സങ്കീർത്തനം 8-ാമത്തെ വചനം ഇങ്ങനെ പറയണത്, അവിടുന്ന് നിന്റെ അലച്ചിലുകൾ എണ്ണീയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഒന്ന് വിളിച്ച് പറയാവോ, അവിടുന്ന് നിന്റെ അലച്ചിലുകൾ എണ്ണീയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എന്തുമാത്രം കരഞ്ഞു, എന്തുമാത്രം കണ്ണുനീര് വന്നു നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവിനറിയാം. ഓരോ കണ്ണുനീർ തുള്ളിക്ക് പോലും ഈശോയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥനയോടെ നമ്മൾ കണ്ണീർ നടന്നു വീണ ഓരോ കണ്ണുനീർ തുള്ളിക്ക് പോലും കർത്താവിൻ്റെ മുമ്പിൽ കണക്കുണ്ട്. കരങ്ങളടിച്ച് നന്ദി പറയാമോ ഈശോയ്ക്ക്. ജെറമ്യാ പ്രവാചന പുസ്തകം 31-9 വാക്യം കർത്താവ് പറയാണ്, കണ്ണുനീരോടെയാണ് അവർ എൻ്റെ അരികിലേക്ക് വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിക്കും, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവിടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേൽ പിതാവാണ്. കർത്താവിനറിയാം കണ്ണുനീരോടെ നമ്മൾ ഈ വാതിൽ കടന്നിവിടെ കയറി വരണതും കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരോടെ ഇരിക്കണം, പ്രാർത്ഥനാ സമയത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കണം, വിതുമ്പണം. അത് കർത്താവിനറിയാം. കണ്ണീരോടെയാണ് അവർ എൻ്റെ അരികിലേക്ക് വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവിടെ വഴി സുഗമമായിരിക്കും, അവർ കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. പലപ്പോഴും കർത്താവ് നമ്മെ പറ്റിയുള്ളൊരു പരാതി ഇതാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 7:14, ഹൃദയം നുറുങ്ങി എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ കിടന്ന് വിലപിക്കുകയാണല്ലോ. ഹൃദയം നുറുങ്ങി എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ കിടന്ന് വിലപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതാണ് കർത്താവ് നമ്മെ പറ്റിയുള്ള പരാതി. ഹല്ലേലൂയ, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗമുണ്ട്. കർത്താവ് ലാസർ മരിച്ചു എന്നറിഞ്ഞ് അവൻ രോഗിയായി, ആ സമയത്ത് അവൻ അറിയുന്നുണ്ട് രോഗിയായി എന്ന കാര്യം. പക്ഷേ കർത്താവ് ലാസർ മരണം വരെ കർത്താവ് അവിടെ വെയിറ്റ് ചെയ്യാണ്. മരിച്ചു എന്നറിഞ്ഞ ശേഷമാണ് അവൻ ലാസറിൻ്റെ വീട്ടിലേക്ക് പോണത്. അവിടെ ചെല്ലുമ്പോൾ മർത്താ മറിയം ലാസറിൻ്റെ സഹോദരന്മാരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് അറിയാം ഇവിടെ എന്താ സംഭവിക്കാമെന്ന് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. കർത്താവ് അല്പസമയം കഴിഞ്ഞ് ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിലേക്ക് പോകും. ആ വാതിൽ നിന്ന് ആ കല്ലെടുത്ത് മാറ്റാൻ വേണ്ടി പറയും, ലാസറെ പുറത്തു വരിക എന്ന് കർത്താവ് പറയും. കർത്താവ് അങ്ങനെ പറയുമ്പോൾ ലാസർ പുറത്തേക്ക് വരും. ഇത് കർത്താവിനറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കർത്താവിന് അറിയാമെങ്കിലും വചനം കൃത്യമായിട്ട് പറയുകയാണ്, കർത്താവ് ആ സമയത്ത് കരഞ്ഞു. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ കർത്താവ് കരഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ, ഈശോ എന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? കർത്താവിന് അറിയാം അല്പസമയം ലാസർ പുറത്തു വരും, കരയേണ്ട ഒരാവശ്യമില്ല. ബാക്കിയുള്ളവർ കരയണം, അവർക്ക് അറിഞ്ഞൂടെ എന്താ സംഭവിക്കാമോ എന്ന് അവർക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതൊക്കെ അറിയാവുന്ന കർത്താവ് എന്തിനാണ് കരഞ്ഞത്? മർത്തായും മറിയും അവിടെ അവർ സഹോദരിമാർ കരയുന്നുണ്ട്. പക്ഷെ കർത്താവ് എന്തിനാണ് കരഞ്ഞത്? അവർ കരഞ്ഞത് അവിടെ സഹോദരൻ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം കൊണ്ടാണ്. കർത്താവിനറിയാം ലാസർ പുറത്തു വരും. ഈശോ എന്തിനാണ് കരഞ്ഞത്? കർത്താവ് എന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? കർത്താവ് കരഞ്ഞതിന് ഒറ്റ കാരണമുള്ളൂ, മറിയം കരഞ്ഞു, മർത്തായും മറിയം കരഞ്ഞു. അതുകൊണ്ട് കർത്താവ് കരഞ്ഞു. അവിടെ കണ്ണുനീര് കണ്ടപ്പോൾ കർത്താവിന് മനസ്സ് പിടഞ്ഞു, കർത്താവ് കരഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണ് നിറയുന്ന കണ്ണുകളാണ് കർത്താവിൻ്റെ കണ്ണുകൾ. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മുടെ കണ്ണുനീർ തുള്ളികൾക്ക് ഇതുപോലെ വില തരാൻ കഴിയുന്ന വേറെ ഒരാളുമില്ല. ഒരു പക്ഷേ നമ്മുടെ ജീവിത പങ്കാളിക്ക് മനസ്സിലാക്കാൻ പറ്റണേ നമ്മൾ എന്തിനാണ് കരഞ്ഞത്.
മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റണേ നമ്മൾ എന്തിനാ കരഞ്ഞ്, മാതാപിതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റണേ നമ്മൾ എന്തിനാ കരഞ്ഞ്. പക്ഷെ കർത്താവിന് ആ കണ്ണുനീർ തുള്ളിയുടെ വില അറിയാം. കർത്താവ് അതിനെ മാനിക്കുന്നുണ്ട്. കർത്താവിന് അറിയാം നിന്റെ സങ്കടങ്ങൾ, ഹൃദയവിചാരങ്ങൾ, ഹൃദയത്തിൽ ആരോടും പറയാത്ത സ്വകാര്യ നൊമ്പരങ്ങൾ, അത് ഈശോയ്ക്ക് അറിയാം. ഈശോയുടെ കൈകളിലേക്ക് ആ സങ്കടത്തെ, അതിലെല്ലാ വികാര തീവ്രതയോടെ കൊടുക്കാവോ. കർത്താവ് അതിൻ്റെ മേൽ കരങ്ങൾ വെക്കും. ആ കണ്ണുനീർ തുള്ളികളെ കർത്താവ് ആശീർവദിക്കും. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ബൈബിളിൽ അവസാനത്തെ പുസ്തകമാണ് വെളിപാടിൻ്റെ പുസ്തകം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ അവസാനത്തെ അധ്യായങ്ങളിൽ 22 അധ്യായം ആകെയുള്ള 21-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം, 21-ന്റെ 4-ാമത്തെ വചനം നമ്മോട് പറയുന്ന കാര്യം ഇതാണ്: അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഈശോ പറയാണ്, ഈ സമയത്ത് കലങ്ങി മറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് മുമ്പിലിരിക്കുന്നവരോട് ഈശോ ചെവിയിൽ വന്ന് പറയാണ്, അവിടുന്ന് ഞാൻ നിന്റെ മിഴികളിൽ കണ്ണുനീർ തുടച്ചു നീക്കും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 25-ാം വാക്യം: ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാം. പാട്ടുകൾ പാടി ഈശോയെ സ്തുതിക്കാം. ദിവികാരൻ ഈശോയെ മാലാഖമാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അപ്പസ്തോലന്മാരോട് ചേർന്ന്, സ്വർഗവാസി മുഴുവനോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. കരങ്ങൾ വിട്ട് സ്തുതിക്കാവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. കരങ്ങളടിച്ച് ഈശോയെ ആരാധിക്കാം.